വിശ്വാസത്യാഗം. 1 തിമോഥെയോസ് 4:1 എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അപകടകാലം വരുന്നു എന്ന ആത്മാവിൻ്റെ മുന്നറിയിപ്പാണ് ഇത്. വിശ്വാസത്തിൽ തുടങ്ങി പിന്നെ വഴിതെറ്റുന്നവർ അനേകരാണ്. ഈ മുന്നറിയിപ്പ് മാനുഷിക ബുദ്ധിയിൽ നിന്ന് ഉളവായതല്ല. അതിനാൽ ഇത് വെറും പണ്ടത്തെ പ്രശ്നമല്ല, ഇന്ന് സഭയെ ബാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതൊരു ഭൗതിക വീഴ്ചയല്ല, ആത്മീക തകർച്ചയാണ്. വിശ്വാസത്യാഗത്തിൻ്റെ മൂലകാരണം വഞ്ചനാത്മാക്കളാണ്. സാത്താൻ നേരിട്ട് വിശ്വാസികളെ അവിശ്വാസത്തിലേക്ക് നയിക്കുന്നില്ല, എന്നാൽ തെറ്റായ ഉപദേശങ്ങളിലൂടെ അവരുടെ മനസ്സുകളെ മാറ്റുന്നു. വിശ്വാസത്യാഗം സംഭവിക്കുന്നവർ ദൈവവചനം അവഗണിക്കുന്നു. പിന്നെ സത്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ആകർഷണമായ വ്യാജ സിദ്ധാന്തങ്ങളിലേക്ക് വഴുതിപ്പോകുന്നു. വിശ്വാസത്യാഗം ഒഴിവാക്കാൻ നാം വചനത്തിൽ ഉറച്ചു നിൽക്കണം. നാം വിശ്വാസത്തിൽ അടിസ്ഥാനമുള്ളവരായി മാറണം. ദൈവവചനത്തിൽ വളരുമ്പോൾ മാത്രമേ വഞ്ചനകളെ തിരിച്ചറിയുവാൻ സാധിക്കൂ. വിശ്വാസത്യാഗം എന്നത് ഒരു ക്രിസ്തുവിശ്വാസിയുടെ ഏറ്റവും വലിയ ആത്മീക അപകടമാണ്.